ഹായ് ഓൾ, ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. എനിക്ക് മൈക്ക് എൻ്റെ ബ്രദർ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഒരു മൈക്ക് കൊണ്ടു തന്നു. ഞാനപ്പോൾ അത് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളുടെ കൂടെ. കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിച്ചിരിക്കുന്നതാണ്. രണ്ട് കാര്യങ്ങളാണ് ഞാൻ മെയിൻലി വിചാരിച്ചിരുന്നത്. ഒരു ഫോൺ എടുക്കണം, പിന്നെ ഒരു മൈക്ക് വേണം. മറ്റേത് എൻ്റെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ബോയയുടെ മൈക്കാണ്. ബോയയുടെ മൈക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ വയറൊക്കെ കുത്തി ഇങ്ങനെ കണക്റ്റൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു വയർലെസ് മൈക്ക് വേണമെന്ന് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. ഇങ്ങനെ ഇതാണ് മൈക്ക്. ഇതൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനിതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, മൈക്ക് ഇങ്ങനെ വർക്ക് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ മാനുവലാണ്. പിന്നെ ഇത് ചാർജ് ചെയ്യണ കേബിൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. ഈ ഒരു ബോക്സിലായിട്ടായിരുന്നു ആ കേബിൾ ഉണ്ടായിരുന്നത്. പിന്നെ 2 മൈക്കാണ് ഇതിനുള്ളത്. അപ്പോൾ ഒരു മൈക്ക് നമുക്ക് കണക്ട് ചെയ്യണം. അതിന് ഫസ്റ്റ് തന്നെ ഇതിലൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ഈ ഇൻഡിക്കേറ്റർ നമ്മൾ താഴത്തെ പോർട്ടിൽ കണക്ട് ചെയ്യണം. ഇതാണ് റിസീവറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് കണക്റ്റ് ആവും. പിന്നെ സെറ്റിങ്ങിൽ OTG ഓൺ ചെയ്യണം. ഒരു സെക്കൻഡ്, ഞാൻ സെറ്റിങ്സിൽ OTG ഓൺ ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനിപ്പോൾ മൈക്ക് യൂസ് ചെയ്തിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറൊരു മൈക്കും കൂടി ഉണ്ട്. പിന്നെ 2 പിന്നുണ്ട്. ഈ പിന്ന് ആപ്പിളിൻ്റെ ഫോണാണെങ്കിൽ ഈ ഇൻഡിക്കേറ്ററിൽ അത് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇത് നമ്മൾ ലാപ്ടോപ്പിലൊക്കെ യൂസ് ചെയ്യാനാണ്. അപ്പോൾ 3 പിന്നാണുള്ളത്. ഒന്ന് USB-A, ടൈപ്പ് C, പിന്നെ ലൈറ്റ്നിങ്. അങ്ങനെ 3 ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട് ഇവർ. അപ്പോൾ അത് ഇൻഡിക്കേറ്റർ, പിന്നെ ഇത് മൈക്ക്, ബോക്സ്, കേബിൾ എല്ലാം ഉണ്ട്. ആക്ച്വലി ഇത് 2 ഇയർ വാറണ്ടി ഉണ്ട്. നമുക്ക് നാട്ടിൽ കിട്ടുമോയെന്ന് എനിക്കറിയില്ല. ഇത് പുറത്തുനിന്ന് ബ്രദർ വാങ്ങിച്ചുകൊണ്ട് വന്ന കാരണം കൊണ്ട് ഞാനിത് ഓൺലൈനിലൊന്നും കണ്ടിട്ടില്ല. ഞാൻ സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ അയച്ചു തരാം. അല്ലെങ്കിൽ ഞാൻ സൈഡിൽ ഇതിൻ്റെ ബോക്സിൻ്റെ പിക്ക് ഞാൻ ഇടാം. ഇതിന് എത്രയാണെന്നുള്ളതും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന അങ്ങനെ മൈക്ക് എൻ്റെ കയ്യിലെത്തിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് മൊത്തം ഞാൻ ഈ മൈക്ക് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ മൈക്ക് ഉണ്ടെങ്കിൽ പുറത്തുള്ള നോയ്സ് ഒന്നും നമുക്ക് കേൾക്കില്ല. ഇപ്പോൾ ഷോപ്പിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ പുറത്ത് വണ്ടി പോകുന്നുണ്ടാവും. വീഡിയോൻ്റെ ഫസ്റ്റിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും പുറത്ത് വണ്ടികളുടെ നോയ്സ് കേൾക്കാം. പിന്നെ അകത്ത് നോയ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് സംസാരിക്കാനായിട്ട് മൈക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവും. അപ്പം എൻ്റെ ഒരു ആഗ്രഹം കൂടി നടന്നിരിക്കുന്നു ഗൈസ്.